വന്ദനങ്ങളെ അറിയിക്കുന്നു. 2-ാം സങ്കീർത്തനം ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? വളരെ പരിചയമുള്ള ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൽ നമുക്ക് 4 ശബ്ദങ്ങൾ കേൾക്കാം. ഈ സങ്കീർത്തനത്തിൽ നമ്മൾ ആദ്യം കേൾക്കുന്ന ശബ്ദം ലോക ജാതികളുടെ ശബ്ദമാണ്. വോയിസ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നു. അതെന്താണ്? ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. ഇതാണ് ഒന്നാമത്തെ വോയിസ്, ആദ്യത്തെ ശബ്ദം. ഈ ലോകത്ത് ലോക ജനതയുടെ ശബ്ദം. ദ ഫിലോസഫേഴ്സ്, ലോകത്തിലെ തത്വചിന്തകരുടെ ശബ്ദം. റൂളേഴ്സ്, ഭരണാധികാരികളുടെ ശബ്ദം. നമ്മുടെ നോക്കിയത് രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, അധികാരികൾ, ജ്ഞാനികൾ, ഇവരുടെ എല്ലാം ശബ്ദം. പൊളിറ്റീഷ്യൻസ്. ഈ ലോകത്തിന്റെ ശബ്ദം ആർക്കെതിരാണ്? ദൈവത്തിനും ദൈവത്തിന്റെ അഭിഷിക്തനും എതിരാണ്. ദൈവത്തിനും ദൈവത്തിന്റെ അഭിഷിക്തനും വിരോധമായിട്ടുള്ള ശബ്ദമാണ് ഈ ലോകത്ത് ഉയരുന്നത്. നമ്മൾ മനുഷ്യ സംസ്കൃതിയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഈ ലൈവിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ മനുഷ്യ ചരിത്രം പഠിക്കുക എന്നുള്ളത് അത്ര അസാധ്യമൊന്നുമല്ല, അത് അത്ര ബൃഹത്തൊന്നുമല്ല. മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ലോക ചരിത്രം, മനുഷ്യ ചരിത്രം. കാരണം മനുഷ്യൻ എഴുത്തും വായനയും തുടങ്ങിയിട്ട് അധികം കൊല്ലമായിട്ടില്ല, 5000 കൊല്ലമേ ആയിട്ടുള്ളൂ. അപ്പൊ ഈ 5000 വർഷത്തെ ചരിത്രമാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ ഊഹാപോഹങ്ങളാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രമുഖ യുക്തിചിന്തകനായ അദ്ദേഹത്തിന്റെ പേര് വിട്ടുപോയി, രവിചന്ദ്രന്റെ ഒരു പ്രഭാഷണ ശകലം ഇങ്ങനെ ഓൺലൈനിൽ കൂടെ കിട്ടി. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് 250 കോടി വർഷങ്ങൾക്ക് മുമ്പ് എന്ത് സംഭവിച്ചു, പിന്നെ 200 കോടി വർഷങ്ങൾക്ക് മുമ്പ് എന്ത് സംഭവിച്ചു, അങ്ങനെ പ്രപഞ്ച സൃഷ്ടിയുടെ ഒരു നാൾ വഴി കണക്ക് പുസ്തകമൊക്കെ അദ്ദേഹം വായിക്കുന്നുണ്ട്. 200 കോടി വർഷം മുമ്പൊക്കെ സംഭവിച്ചത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ 2000 വർഷം മുമ്പ് ചരിത്രത്തെ 2ആയി പകർത്തുകൊണ്ട് ക്രിസ്തു ജനിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം ചോദിക്കും, തെളിവുകൾ എവിടെയാണ് അത് എഴുതിയിരിക്കുന്നത്? ഇപ്പൊ ലോകത്തെ ജ്ഞാനികളുടെ ജ്ഞാനത്തെ ദൈവം കൗശലത്തിൽ പിടിക്കുകയാണ്. ജ്ഞാനികളുടെ ജ്ഞാനം വ്യർത്ഥമായി പോവുകയാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃഥ അധ്വാനിക്കുന്നു. കർത്താവ് സൗഖ്യം നൽകുന്നില്ലെങ്കിൽ ചികിത്സാവിധികൾ വ്യർത്ഥമാണ്. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ എല്ലാ അധ്വാനവും വ്യർത്ഥമാണ്. ഇവിടെ ലോകത്തുള്ള ആളുകൾക്കെല്ലാം വിരോധം സത്യദൈവത്തോടും അവന്റെ അഭിഷിക്തനായ ക്രിസ്തുവിനോടുമാണ്. നമ്മൾ ലോകത്തെ നോക്കിയാൽ ലോകത്തെ ശബ്ദങ്ങളിലേക്ക് നോക്കുക. ജസ്റ്റ് ലിസൺ. ലോകത്തെ ശബ്ദത്തിലേക്ക് നമ്മൾ കാതോർക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ദൈവത്തിനും അവന്റെ അഭിഷിക്തനും അവന്റെ ജനത്തിനും എതിരായിട്ടുള്ള മുറവിളികൾ, അട്ടഹാസങ്ങൾ, ആക്രോശങ്ങൾ, ആസൂത്രണങ്ങൾ, ആലോചനകൾ, ഇതൊക്കെയാണ് നമ്മൾ ലോകത്ത് കേൾക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം, ക്രിസ്ത്യാനിറ്റി തുടങ്ങിയത് മുതൽ ഇന്നുവരെയും സത്യസഭ ഉപദ്രവിക്കപ്പെട്ടിട്ടേ ഉള്ളൂ, പീഡിപ്പിക്കപ്പെട്ടിട്ടേ ഉള്ളൂ, കൊല്ലപ്പെട്ടിട്ടേ ഉള്ളൂ. ലോകമൊരിക്കലും സഭയ്ക്ക് അനുകൂലമായിട്ട്, വിശ്വാസികൾക്ക് അനുകൂലമായിട്ട് സംസാരിച്ചിട്ടില്ല. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു, ആരും ഗൗനിക്കുന്നില്ല. കഴിഞ്ഞ ഈസ്റ്ററിന് ശ്രീലങ്കയിൽ 100ഓളം ക്രൈസ്തവർ കൊല്ലപ്പെട്ടു. ലോകത്തൊരു മാധ്യമവും പ്രതിഷേധിച്ചില്ല. എന്നാൽ എവിടെയെങ്കിലും ഒരു ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ രോമം പറിച്ചു എന്ന് കേട്ടാൽ ലോകം സ്തംഭിക്കും. അപ്പൊ തന്നെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഇളകുന്നു, മാധ്യമങ്ങളിൽ അച്ചു നിരത്തുന്നു, 8 കോളം വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നു, ന്യൂസ് ടിവികളിൽ ഹെഡ്ലൈൻസുകളായി മാറുന്നു. വലിയ പ്രതിഷേധ കോലാഹലങ്ങളാണ് ഉണ്ടാകുന്നത്.
ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടത് ഈ ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിന്റെ അതേ രീതിയിൽ വേഷം ധരിച്ച ഒരു വ്യക്തി ഏഷ്യാനെറ്റ് ചാനലിൽ ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം ഒരു അപ്രൂവ്ഡ് മെത്രാപ്പോലിത്ത അല്ല, ഈ നിയമപ്രകാരമാണോ എന്ന് എനിക്കറിയത്തില്ല, അല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പൊ അദ്ദേഹം കമ്മ്യൂണിസമാണ് പറയുന്നത്. അദ്ദേഹം പറയുകയാണ് മൂലധന ശക്തികൾ, നല്ല വാക്കുകളാണ്. കുറെ നാൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചതുകൊണ്ട് അത്തരം കുറച്ച് വാക്കുകളും അവയുടെ സന്ദർഭോചിതമായ ഉപയോഗവും അങ്ങനെയുള്ള ഉപയോഗങ്ങൾ കൊണ്ട് ആളുകളെ വശീകരിക്കുന്നതും വിസ്മയിപ്പിക്കുന്നതുമായ ചെറിയ ഞൊടുക്ക് വിദ്യകളൊക്കെ എനിക്കും പരിചയമുണ്ട്. അപ്പം അദ്ദേഹം എന്താണ് ഈ മൂലധന ശക്തി? ആർക്കാണ് ഇന്ന് മൂലധന ശക്തി കൂടുതലായിട്ടുള്ളത്? ലോകത്തിലെ ഏറ്റവും നീചവും നിന്ദ്യവും ഒരു തരത്തിലും നീതീകരിക്കാനാകാത്തതും മനുഷ്യത്വരഹിതവും മനുഷ്യാവകാശ ധ്വംസനവും നടക്കുന്നത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് എന്നിവർ പറയുന്ന രാജ്യങ്ങളിലാണ്. ലോകത്തിലെ ഏറ്റവും ക്രൂരമായ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടക്കുന്നത് ചൈനയിലാണ്, മെയിൻലാൻഡ് ചൈനയിൽ. ഒരു മനുഷ്യന് ശബ്ദിക്കാൻ കഴിയാത്ത വിധം മനുഷ്യാവകാശങ്ങൾ ചവിട്ടി മെതിക്കപ്പെടുന്ന ചൈനയ്ക്കെതിരായിട്ട് ഒരു വാക്ക് സംസാരിക്കുവാൻ ആ ചുവന്ന കുപ്പായം ധരിച്ച വ്യക്തിക്ക് സാധിക്കുന്നുണ്ടോ? അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് സുറിയാനി സഭയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷ ചിന്താഗതിയെയും പിന്തുണച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ടെലിവിഷനിൽ അവരുടെ പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നത്. പരിശുദ്ധ സുറിയാനി സഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ കുരിശു യുദ്ധങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട സഭ സുറിയാനി സഭയാണ്, ഓർത്തഡോക്സ് സഭയാണ്. സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ 35 ലക്ഷം പേരെയാണ് 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിങ്കൽ കൂട്ടക്കുരുതി നടത്തിയത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഈ വ്യക്തി പറയുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹം പറയുന്നത് എത്രയോ മനോഹരമായിട്ടാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഈ സാമ്രാജ്യത്വ ശക്തികൾ അവർക്ക് ആക്രമിക്കാൻ ആരെങ്കിലും വേണം. അവരൊരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസത്തെ ആക്രമിച്ചു. എന്താണ് ഈ മെത്രാപ്പോലിത്ത ഗ്രഹിച്ചിരിക്കുന്നത്? കമ്മ്യൂണിസം അത്ര നല്ലതായിരുന്നു? കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെല്ലാം ഇരുമ്പ് മറയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ ഏകാധിപത്യം ഓരോന്നോരോന്നായി തകർന്നടിഞ്ഞപ്പോ ആ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്ന മാധ്യമ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും കണ്ട എന്താണ്? അതിക്രൂരമായി കൊല്ലപ്പെട്ട കോടിക്കണക്കിന് ആളുകളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ, തലയോട്ടികൾ, അസ്ഥികൂടങ്ങൾ. ഇതല്ലേ ചരിത്രത്തിന്റെ ഇടനാഴികളിൽ നോക്കി ഈ മെത്രാപ്പോലിത്തായി നോക്കി പല്ലിളിക്കുന്നത്? ഇദ്ദേഹത്തിന് ഇത്രയ്ക്ക് വിവരമില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ആ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന സഞ്ചാരി ടിവിയോ എന്തോ അങ്ങനെ ഒരു ടി വി ഉണ്ട്, സഫാരി ടി വി, അത് നടത്തുന്ന, സഞ്ചാരം നടത്തുന്ന അദ്ദേഹത്തെ പോയി കാണും. മുൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ അദ്ദേഹം പോയി കണ്ടിട്ട് വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത്രയ്ക്ക് ഉളുപ്പില്ലാതെ, ഇത്രയ്ക്ക് നെറികെട്ട പ്രസ്താവനകൾ നടത്തുന്നത് ക്രിസ്ത്യാനിയാണെന്ന് പോലും പറയുവാൻ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ലോക ക്രിസ്ത്യാനിത്വത്തിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ തേർവാഴ്ച നടത്തിയിട്ടുള്ള 2 പ്രസ്ഥാനങ്ങൾ, ഒന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും 2 ഇസ്ലാമുമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ 2 പ്രസ്ഥാനങ്ങൾ നിമിത്തമാണ്. കമ്മ്യൂണിസ്റ്റുകാർ കോടിക്കണക്കിന് ക്രൈസ്തവരെ കൊന്നുകളഞ്ഞു. ഇസ്ലാമും അതുപോലെ ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി ഇസ്ലാമിന്റെ കരങ്ങളാൽ കൊല്ലപ്പെട്ടത് കോടിക്കണക്കിനാണ്. ഈ 2 പ്രസ്ഥാനങ്ങൾ തമ്മിൽ ഒരു അവിശുദ്ധ സഖ്യമുണ്ട്. പുറമേ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല, പക്ഷേ അത് തമ്മിലുള്ള അന്തർധാര സജീവമാണ്. എവിടെ ഒരു ഇസ്ലാം ആക്രമിക്കപ്പെടുന്നോ അവിടെ കമ്മ്യൂണിസ്റ്റുകാർ പ്രതിഷേധിക്കും. ലോകത്തെവിടെയെങ്കിലും സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നപ്പം ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരള സംസ്ഥാനത്ത് ബന്ദ് നടത്തി. അമേരിക്കൻ പ്രസിഡന്റിനെതിരായിട്ട്, അമേരിക്കൻ ഭരണകൂടത്തിനെതിരായിട്ട്. എന്തിനാണ് സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഈ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള അവിശുദ്ധ സഖ്യം. ക്രിസ്ത്യാനിത്വത്തെ നശിപ്പിച്ചിട്ട് നക്കിത്തുടച്ചിട്ട് ഈ 2 പ്രസ്ഥാനങ്ങളും അടങ്ങത്തുള്ളൂ. അതുകൊണ്ട് ഈ 2 പ്രസ്ഥാനങ്ങളോടും സഹകരിക്കുവാനോ അവരോട് ചേർന്ന് നിൽക്കുവാനോ പോകുന്ന ക്രിസ്ത്യാനികൾക്ക് നാശം, നാശം, സർവത്ര നാശം എന്ന് മനസ്സിലാക്കുക. ഇത് ചരിത്രത്തിൽ നിന്ന്
പാഠം ഉൾക്കൊള്ളേണ്ട വസ്തുതയാണ്. ചരിത്രം പഠിക്കണം നന്നായിട്ട്. മെത്രാപ്പോലിത്ത നന്നായി സംസാരിക്കുന്നുണ്ട്, വെരി ഗുഡ്. മെത്രാപ്പോലിത്ത ചെറുപ്പക്കാരനാണ്, അതും നന്ന്, നല്ല സൗന്ദര്യമുണ്ട്, അപ്രീഷിയേറ്റ് ഇറ്റ്. പക്ഷെ വിവരദോഷമാണ് പറയുന്നത്. താങ്കൾ പ്രതിദാനം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന, ഞാൻ വിശ്വസിക്കുന്നില്ല, താങ്കൾ പ്രതിദാനം ചെയ്യുന്നു എന്ന് വെറുതെ അവകാശപ്പെടുന്ന ആ സുറിയാനി സഭയിലെ കൊല്ലപ്പെട്ട രക്തസാക്ഷികൾ ഒരാൾ പോലും ഇനി വിശുദ്ധന്മാരുടെ പേരിലും സഹതന്മാരുടെ പേരിലും ധൂപം അർപ്പിക്കാൻ വേണ്ടി ധൂപക്കുറ്റിയായിട്ട് നിൽക്കുമ്പം എനിക്കറിയത്തില്ല എന്ത് സംഭവിക്കും. കാരണം ഇവരൊക്കെ കൊല്ലപ്പെട്ടത് ഈ ഇസ്ലാമിക തേർവാഴ്ചയിലാണ് കൊല്ലപ്പെട്ടത്. ഇപ്പം മെത്രാപ്പോലിത്ത സംസാരിക്കുന്ന അവർക്ക് വേണ്ടിയാണ്. അപ്പം നമ്മളത് ചരിത്രത്തെ പഠിക്കണം. ഞാനിവിടെ ഈ സങ്കീർത്തനത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് ലോകത്തെ ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്ന എന്ത്? ക്രിസ്തുവിനെ കുറിച്ച് വളരെ മോശമായ വിധത്തിൽ ഒരു ഇസ്ലാമിക പ്രഭാഷകൻ കേരളത്തിൽ ധാർഷ്ട്യത്തോടെ വീഡിയോ ഇറക്കി കഴിഞ്ഞു. ഇനി അത് വർദ്ധിച്ചു വരും. എന്താണ് ഈ മെത്രാപ്പോലിത്തയ്ക്ക് സംസാരിക്കാനുള്ളത്? അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടുകയില്ല. എന്താണ് അദ്ദേഹത്തിന്റെ സഹവർത്തികളായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് സംസാരിക്കാനുള്ളത്? പറയുകയില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകം ഇറങ്ങി. പെന്തക്കോസ്തിലെ ഒരു അംഗമാണ് ആ പുസ്തകം ഇറക്കിയത്. ആ പുസ്തകത്തിന്റെ പേര് ചിന്വാദ് പാലം എന്നായിരുന്നു. ആ പുസ്തകത്തിൽ അങ്ങനെ വലിയ ഇസ്ലാമിക വിമർശനമൊന്നുമില്ല, എന്തോ ഒരു പരാമർശം ഉണ്ടായിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിനാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. പുസ്തകം എഴുതിയ ആള് മരിച്ചു. എന്നിട്ട് ആ പുസ്തകം അച്ചു നിരത്തിയ പ്രസ്സിലെ ആള്, ആ പുസ്തകം പ്രസിദ്ധീകരിച്ച ഒന്നും അറിയാത്ത ഒരാള്, അയാളുടെ പേര് ഇദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നു. അതിന്റെ പേരിൽ എത്രയോ മാസങ്ങളാണ് ആ പാസ്റ്ററൊക്കെ ജയിലിൽ കിടക്കേണ്ടി വന്നത്. എത്ര കർക്കശമായ ന്യൂനപക്ഷ പീഡനം, മതവിദ്വേഷ പ്രചരണം, മതവികാരത്തെ വ്രണപ്പെടുത്തൽ, എത്രയെത്ര വകുപ്പുകളാണ്. ഇതിപ്പോ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി ഇത്ര നിന്ദ്യമായിട്ട്, നീചമായിട്ട്, ഏറ്റവും അവഹേളനപരമായിട്ട് പറഞ്ഞിട്ടും ഒരു ചങ്കനും ഒരു കേസും എടുക്കില്ല. കാരണം ഇത് തിരുവെഴുത്തിൽ പറയുന്നതാണ്. ഇവിടെ കേസെടുക്കണമെന്നൊന്നും ആർക്കും താല്പര്യമൊന്നുമില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളായിട്ടിരിക്കുന്ന ആളുകൾക്ക് അതിൽ ഖേദമില്ല. കാരണം അവർക്ക് ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ല എന്നും അവരുടെ പൗരത്വം ഈ ഭൂമിയിലല്ല എന്നും അവർക്കറിയാം. നമ്മൾ തിരുവെഴുത്തിന്റെ ധ്യാനത്തിലേക്കാണ് ശ്രദ്ധയെത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നു. യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും എതിരായിട്ടുള്ള ഗൂഢാലോചനയിൽ മെത്രാന്മാർ പോലും കക്ഷി ചേർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞത്. അതായത് എനിക്ക് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റും ഇല്ല, സജഷൻസും ഇല്ല. അതൊക്കെ അവരുടേതായ രീതിയിൽ അവർ ചെയ്യട്ടെ, ടെലിവിഷൻ ചാനലുകാർ അങ്ങനെ ചെയ്യട്ടെ. പക്ഷേ ഈ തിരുവെഴുത്ത് ഈ കാലഘട്ടത്തിൽ ഈ 2020 ആണ്ട് മെയ് മാസം 10-ാം തീയതിയും വളരെ പ്രസക്തിയുള്ള തിരുവെഴുത്തായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നു. വംശങ്ങൾ നിരൂപിച്ചതൊക്കെ വ്യർത്ഥമായി പോയി. 2020 സംബന്ധിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ്. 2020 ദുബായ് തലകുത്തി വെക്കുമെന്നാണ്. ഞാൻ 2019 ദുബായ് ചെന്നപ്പോൾ കണ്ടു. അവിടെ മൊത്തം പോകണ്ടായിരുന്നു. 2020 അത് സംഭവിക്കുന്നു. എന്തോ ബ്ലാസ്റ്റോ ബൊനാൻസിയോ അല്ല, ദുബായ് എക്സ്പോ ദുബായിൽ സംഭവിക്കും. ഖത്തറിൽ ലോകകപ്പ് ഫുട്ബോൾ സംഭവിക്കുന്നു. പിന്നെ 2020 ഒളിമ്പിക്സ് സംഭവിക്കുന്നു. അത് സംഭവിക്കുന്നു, ഇത് സംഭവിക്കുന്നു. നിരൂപണങ്ങളെല്ലാം വ്യർത്ഥമായി പോയി. അപ്പൊ ജാതികളുടെ കലഹവും വംശങ്ങളുടെ നിരൂപണവും വ്യർത്ഥമാകുന്നു. അവർ യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും എതിരായി. യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റിയെ കൈവിട്ടു. ക്രിസ്ത്യ വിശ്വാസത്തെ പുറംകാലുകൊണ്ട് തൊഴിച്ചു കളഞ്ഞു. പള്ളികൾ ബാറുകളാക്കി മാറ്റി, പള്ളികൾ മോസ്കുകളാക്കി മാറ്റി, പള്ളികൾ മദ്യശാലകളും നൃത്തശാലകളും ആക്കി മാറ്റി. ക്രിസ്തുവിനെ തെരുവിൽ വലിച്ചഴിച്ചു. ക്രിസ്തുവിനെ പരിഹസിച്ചുകൊണ്ട് കലാരൂപങ്ങളും സാഹിത്യ സൃഷ്ടികളും പിറവിയെടുത്തു. ക്രിസ്തുവിനെ പരിഹസിക്കുന്നതിൽ അവർ രസം കണ്ടെത്തി. ലോകം ദൈവത്തിനെതിരായി കലഹിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ദൈവം എന്ന് പറഞ്ഞാൽ ഇത്ര ആധികാരികമായിട്ട്, ഇത്ര ശക്തമായിട്ട്, ഇത്ര ധൈര്യമായിട്ട്, ഇത്ര ഖണ്ഡിതമായിട്ട് പറയുവാൻ കഴിയുന്നത് എങ്ങനെയാണ്? യെസ്, there is only one God. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യവർഗത്തിന് 5500 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. ഇനി
രവിചന്ദ്രനോ അവന്റെ അനുയായികൾക്കോ യുക്തിവാദികൾക്കോ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ 5500 വർഷത്തെ മുമ്പത്തെ ചരിത്രം നിങ്ങൾ കൊണ്ടുപോകാം. ലെറ്റ് us learn together. അപ്പോൾ ഈ 5500 വർഷത്തെ മനുഷ്യ സംസ്കൃതിയുടെ ചരിത്രം നമുക്ക് പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അപ്പൊ ഈ 5500 വർഷത്തെ ചരിത്രത്തിൽ മനുഷ്യവർഗത്തിൽ ഉടലെടുത്തിട്ടുള്ള ദൈവ ചിന്തകൾ, 21 മനുഷ്യ സംസ്കൃതികൾ, 21 സിവിലൈസേഷൻസ്, വേൾഡ് വ്യൂസ്, ഡിഫറെന്റ് വേൾഡ് വ്യൂസ് ആൻഡ് ഫിലോസഫീസ്. എത്ര ഫിലോസഫിയാണ് മനുഷ്യവർഗത്തിൽ ഉണ്ടായിട്ടുള്ളത്? ഏതെല്ലാം വേൾഡ് വ്യൂ ആണ് ഉണ്ടായിട്ടുള്ളത്? എത്ര മനുഷ്യ സംസ്കൃതികളാണ് ഉണ്ടായിട്ടുള്ളത്? ഇതെല്ലാം പഠിച്ചെടുക്കാന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമല്ല. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ദൈവങ്ങളും ഓരോ മതങ്ങളും ഓരോ കാഴ്ചപ്പാടുകളും എവിടെ പിറവിയെടുത്തു, അതെങ്ങനെ പിറവിയെടുത്തു, എങ്ങനെ അത് വികാസം പ്രാപിച്ചു, ചിലതൊക്കെ ചരമമടഞ്ഞു പോയി. ഇന്ന് ലോകത്തിരിക്കുന്ന പ്രബല മതങ്ങൾ എങ്ങനെ വന്നു, അവയുടെ ഫിലോസഫി എന്താണ്, അതിന്റെ വേൾഡ് വ്യൂ എന്താണ്, അതിലെ ദൈവം എന്താണ്, ആരാണ്, എങ്ങനെയാണ്, ഇത് നമുക്ക് സൂക്ഷ്മമായി വിശകലനം ചെയ്യാൻ അധികം പ്രയാസമുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗോഡ് ഓഫ് ദ ബൈബിൾ. ബൈബിൾ നമ്മളോട് പറയുന്ന ഒരു ദൈവമുണ്ട്, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ആ ദൈവം. ആ ദൈവത്തിനും അവന്റെ അഭിഷിക്തനും എതിരായിട്ട് ഭൂമിയിൽ കലഹമുണ്ടാകുന്നു, കലാപങ്ങൾ ഉണ്ടാകുന്നു, ആലോചനകളും സഖ്യവും ഉണ്ടാകുന്നു. പലരും കക്ഷിയും കൂട്ടുകക്ഷിയും ചേർന്ന് ആലോചിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ശബ്ദം, ദ വോയിസ് ഫ്രം ദ വേൾഡ് ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് ഗോഡ് ആൻഡ് ഹിസ് അനോയിന്റഡ് വൺ. ദൈവത്തിനും അവന്റെ അഭിഷിക്തനും എതിരായിട്ടുള്ള ശബ്ദം. നിർഭാഗ്യവശാൽ കേരളത്തിൽ നിന്ന്, കേരളത്തിന്റെ മണ്ണിൽ നിന്ന്, ഒരു മെത്രാനിൽ നിന്ന് പോലും അത് കേൾക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം. അപ്പൊ ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് ക്രിസ്ത്യാനിത്വത്തെ തകർക്കണമെന്നാണ്. ഏറെക്കുറെ പലയിടത്തും അവയുടെ കെട്ടുകൾ അഴിഞ്ഞു കഴിഞ്ഞു, ബാക്കിയുള്ളിടത്തൂടെ ഇല്ലാതാക്കണം എന്ന് ആലോചിക്കുന്നു. എന്നാൽ സ്വർഗത്തിൽ ശാന്തതയാണ്, ട്രാൻക്വിലിറ്റി, പ്രശാന്തത. ഈ ഭൂമിയിലെ കലഹവും വംശങ്ങളുടെ നിരൂപണവും ജാതികളുടെ കലഹങ്ങളും സ്വർഗത്തെ ബാധിക്കുന്നില്ല, സ്വർഗത്തിന്റെ പ്രശാന്തതയെ ബാധിക്കുന്നില്ല. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. സൗണ്ട് ഓഫ് ദ ഫാദർ ഗോഡ്, പിതാവായ ദൈവത്തിന്റെ ഒരു ചിരിയാണ്. നമ്മൾ ഭൂമിയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഭൂമിയിൽ ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ നിരൂപിക്കുന്നു, യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനുമെതിരായി സഖ്യം ചേരുന്നു, ഗൂഢാലോചനകൾ നടത്തുന്നു. എന്നാൽ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗത്തിൽ പ്രശാന്തതയാണ്. ഭൂമിയിലെ കലഹം സ്വർഗത്തെ ബാധിക്കുന്നില്ല. സ്വർഗത്തിൽ നമ്മൾ കേൾക്കുന്നത് പിതാവായ ദൈവത്തിന്റെ ചിരിയാണ്. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. സ്വർഗത്തിൽ കാര്യങ്ങൾ സ്ഥിരമാണ്. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കാം. യെസ്, സ്വർഗത്തിന്റെ രാജാവ് യേശു കർത്താവാണ്. ദൈവത്തിന്റെ രാജാവ് യേശു കർത്താവാണ്. അവൻ സിംഹാസനസ്ഥനായി പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുക. സ്വർഗത്തിലെല്ലാം ഓർഡറിലാണ്. അതുകൊണ്ടാണ് കർത്താവ് യേശു മിശിഹ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നങ്ങ് പ്രാർത്ഥിക്കുക. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ഞാൻ എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ആഹാ, ദാറ്റ് ഇസ് എ വോയിസ് ഓഫ് ദ ഫാദർ ഗോഡ്. ഒന്നാമത്തെ ശബ്ദം ലോകത്തിന്റെ ശബ്ദമാണ്. ജാതികളുടെ കലഹവും വംശങ്ങളുടെ നിരൂപണവും ഒന്നാമത് നമ്മൾ കേൾക്കുമ്പോൾ, രണ്ടാമത്തെ ശബ്ദം സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവത്തിന്റെ ശബ്ദമാണ്. പിതാവായ ദൈവത്തിന്റെ ശബ്ദം പറയാണ്, ഞാൻ സിയോൻ പർവ്വതത്തിൽ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. യേശു കർത്താവ്, who is Jesus Christ? God the Father says, he is my king. ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. Jesus Christ, he is my king. It's a testimony from the Father God. പിതാവ് സ്വർഗത്തിൽ സകലതും മോഡലാണ്. പിതാവ് പറയുകയാണ്, ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അതാണ് രണ്ടാമത്തെ ശബ്ദം. മൂന്നാമത്തെ ശബ്ദം പുത്രനായ ദൈവത്തിന്റെ ശബ്ദമാണ്, ദൈവപുത്രന്റെ ശബ്ദം. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു.
സൺ ഓഫ് ഗോഡ് സേസ്, പുത്രന്റെ ശബ്ദമാണ്. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. സൺ ഓഫ് ഗോഡ്, പുത്രൻ തമ്പുരാൻ പറയുകയാണ്, എന്നോട് പിതാവായ ദൈവം പറഞ്ഞ എന്താണെന്നറിയാമോ? പിതാവായ ദൈവം പുത്രനോട് പറഞ്ഞു, ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും, ജാതികളെ അവകാശമായി തരും. കലഹിക്കുന്ന ജാതികളെയും ദുരാലോചന നടത്തുന്ന വംശങ്ങളെയും വ്യർത്ഥമായി നിരൂപിക്കുന്ന രാജാക്കന്മാരെയും കെട്ടുകളഴിക്കുവാൻ കുതന്ത്രങ്ങൾ മെനയുന്ന പ്രഭുക്കന്മാരെയും അടക്കം ഈ ഭൂമിയെ മുഴുവൻ ഞാൻ നിനക്ക് കൈവശമായി തന്നിരിക്കുന്നു. ദൃശ്യമായതും അദൃശ്യമായതും ഇപ്പോഴുള്ളതും വരുവാനുള്ളതും, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനായി അവൻ ഉയർത്തെഴുന്നേറ്റു. യേശു കർത്താവ് പറയുക, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പം പിതാവായ ദൈവം പുത്രനോട് പറയാണ്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇതെപ്പോഴാ പറഞ്ഞെന്നുള്ളതിനെ കുറിച്ച് പല ആർഗ്യുമെന്റ്സ് ഉണ്ട്. പിതാവ് പുത്രനോട്, ചിലർ പറയുന്നത് സർവസൃഷ്ടിക്കും സകലത്തിന് മുമ്പ്, സകല യുഗങ്ങൾക്ക് മുമ്പ് പിതാവ് പുത്രനോട് പറഞ്ഞു, ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. വേറെ ചിലർ പറയും ബെയ്ത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. മറ്റു ചിലർ പറയും യോർദാനിൽ സ്നാനത്തിനായിട്ട് ഇറങ്ങി നിന്നപ്പോൾ പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ. ആ സമയത്താണ് പറയുന്നത്, ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. മറ്റു ചില ആളുകൾ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവിടെ വെച്ച് പറയുന്നു, ഞാൻ നിന്നെ ജനിപ്പിച്ചു. മരിച്ചവരിൽ നിന്ന് ആദിജാതനായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോ പിതാവായ ദൈവം പറയുന്നു, നീ എന്റെ പുത്രൻ, ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോ അതിനു മുമ്പ് പുത്രനല്ലായിരുന്നു. അപ്പൊ പുത്രനോടാണിത് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഈ നിത്യപുത്രത്വം എവിടെ പോയി നിൽക്കും? പുത്രൻ ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് പുത്രനായത്. അതിനു മുമ്പ് പുത്രനല്ലായിരുന്നു. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ, അല്ലെങ്കിൽ അബ്രഹാമിന് മുമ്പ് ഞാനുണ്ട് എന്ന് പറയുമ്പോൾ അവന്റെ പൂർവാസ്തിത്വത്തിൽ അവൻ ദൈവപുത്രനല്ലായിരുന്നോ? ആ റിലേഷൻഷിപ്പ് നിലനിന്നിരുന്നില്ലയോ? സംശയം തോന്നും. എന്നാൽ ക്രിസ്തു മരിച്ച കൂടെ ആദാമും മരിച്ചു, ആദാമ്യ വർഗം മുഴുവൻ. ക്രിസ്തു മരിച്ചുകൂടെ മുഴുവൻ മനുഷ്യവർഗവുമാണ് മരിച്ചത്. 2 കൊരിന്ത്യർ 5 പൗലോസ് പറയുന്നത്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. അപ്പൊ ക്രിസ്തു ഉയർത്ത കൂടെ മനുഷ്യവർഗം ഒന്നിച്ചാണ് ഉയർത്തത്. അപ്പൊ ഉയർത്തെഴുന്നേറ്റ മനുഷ്യവർഗത്തോടാണ് ഈ പ്രവചനം പറയുന്നത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അപ്പൊ ഈ 2-ാം സങ്കീർത്തനത്തിൽ സൺ ഓഫ് ഗോഡ് പറയുന്നത് ഗ്ലാഡ് ന്യൂസ്, സുവിശേഷമാണ്, സത്യസുവിശേഷം. സൺ ഓഫ് ഗോഡ് നമ്മളോട് പറയുകയാണ്, നീ എന്റെ പുത്രൻ, ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു കൊള്ളുക, നിനക്ക് ഞാൻ ഭൂമിയെ, ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവയെ മേയ്ക്കും. ദാറ്റ്സ് എ തേർഡ് വോയിസ്. ഫസ്റ്റ് വോയിസ്, ഒന്നാമത്തെ ശബ്ദം ഈ ഭൂമിയിൽ കലഹിക്കുന്ന ജാതികളുടെയും ആലോചിക്കുന്ന വംശങ്ങളുടെയും ശബ്ദമാണ്. 2-ാമത്തെ ശബ്ദം അവരെ പരിഹസിക്കുന്ന പിതാവിന്റെ ചിരിയുടെ ശബ്ദം. പ്രഖ്യാപനമാണ്. രാജാവിനെ വാഴിച്ചിരിക്കുന്നു എന്നുള്ള പിതാവായ ദൈവത്തിന്റെ പ്രഖ്യാപനമാണ് നമ്മൾ കേൾക്കുന്നത്. നിങ്ങൾ എത്ര ആലോചിച്ചാലും, നിങ്ങളെ എത്ര കലഹിച്ചാലും, നിങ്ങൾ എത്ര വിഷയങ്ങൾ ഉണ്ടാക്കിയാലും, ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. പുത്രൻ പറയാണ്, എന്നോട് പിതാവ് പറഞ്ഞിരിക്കുന്നു, ഈ ഭൂമിയെ അവകാശമായും ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. 4th ആൻഡ് ഫൈനൽ വോയിസ്. ഈ സങ്കീർത്തനത്തിൽ നമ്മൾ 4-ാമത് കേൾക്കുന്നത് ഹോളി സ്പിരിറ്റിന്റെ ശബ്ദമാണ്, പരിശുദ്ധ റൂഹായുടെ ശബ്ദം. പരിശുദ്ധ റൂഹ 10-ാമത്തെ വാക്യം തൊട്ട് സംസാരിക്കുകയാണ്. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പി, ഭൂമിയിലെ ന്യായാധിപതിമാരെ ഉപദേശം കൈക്കൊള്ളി, ഭയത്തോടെ യഹോവയെ സേവിപ്പി,
വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പീൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മൾ 2-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്. നമ്മൾ 2-ാം സങ്കീർത്തനത്തിൽ ആദ്യ ഭാഗത്ത് കാണുന്നത് ഭൂമിയിൽ നിന്നുള്ള ശബ്ദമാണ്. ജാതികളുടെ കലഹവും വംശങ്ങളുടെ നിരൂപണവും രാജാക്കന്മാരുടെ ആലോചനയിലെ വ്യർത്ഥതയും. മനുഷ്യൻ പദ്ധതികൾ വിഭാവന ചെയ്യുന്നു, എങ്കിലും അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാകുന്നു. മനുഷ്യന്റെ പദ്ധതികളൊക്കെയും വിഫലമാകുന്നു, അവന്റെ ആലോചനകളൊക്കെയും നിഷ്ഫലമാകുന്നു. അവന്റെ സൂത്രപ്പണികളൊന്നും ഫലിക്കാതെ വരുന്നു. മനുഷ്യർ നിരാശരാകുന്നു, എങ്കിലും കലഹം തുടരുന്നു, ആലോചനകൾ തുടരുന്നു, പ്രക്ഷോഭങ്ങൾ തുടരുന്നു. യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും എതിരായിട്ട് അതാരൊക്കെ ആയിരുന്നാലും, രാഷ്ട്രീയക്കാരായാലും സാഹിത്യകാരന്മാരായാലും ബുദ്ധിജീവികളായാലും രാഷ്ട്രീയക്കാരായിരുന്നാലും രാഷ്ട്ര നേതാക്കന്മാരായിരുന്നാലും പത്രക്കാരായിരുന്നാലും അവരെല്ലാം കർത്താവിന്റെ സത്യസഭയ്ക്കെതിരായിട്ട് നിൽക്കുന്നു. കർത്താവിന്റെ സത്യസഭയ്ക്ക് എതിരായിട്ട് ദുരാലോചന കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ കർത്താവിന്റെ പ്രതിനിധികളെന്ന് അവകാശപ്പെടുന്നവരും ഉൾപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ ലോകത്ത് കാണുന്നു. സ്വർഗത്തിൽ സ്ഥിതി ശാന്തമാണ്. പിതാവായ ദൈവം പറയുന്നു, ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. പുത്രൻ പറയുന്നു, അവൻ എന്നോട് പറയുന്നു, ഈ ജാതികളെ എനിക്ക് കൈവശമായും ഭൂമിയുടെ അറ്റങ്ങളെ അവകാശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നമ്മൾ അവയെ മേയിക്കും. പരിശുദ്ധ റൂഹ പറയുന്നു, ദൈവത്തിൽ നിന്ന് ബുദ്ധി പഠിപ്പീൻ, പുത്രനെ ചുംബിപ്പീൻ, പുത്രനെ ചുംബിപ്പീൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കുവാൻ പുത്രനെ ചുംബിപ്പീൻ. അതാണ് പുത്രന് പറയാനുള്ളത്, പരിശുദ്ധ റൂഹായ്ക്ക് പറയുവാനുള്ളത്. നമ്മൾ 4 വാക്കുകളാണ് കേട്ടത്, 4 ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. ഒന്നാമത്തെ ശബ്ദം ലോകത്തിന്റെ ശബ്ദമാണ്. രണ്ടാമത്തെ ശബ്ദം നമ്മൾ കേൾക്കുന്നത് പിതാവായ ദൈവത്തിന്റെ ശബ്ദമാണ്. മൂന്നാമത് കേൾക്കുന്നത് പുത്രനായ ദൈവത്തിന്റെ ശബ്ദമാണ്. നാലാമത് കേൾക്കുന്നത് പരിശുദ്ധ റൂഹായുടെ ശബ്ദമാണ്. ലോകത്തെ കലഹം, ജാതികളുടെ വ്യർത്ഥമായിരിക്കുന്ന ആലോചന, ഇതെല്ലാം നടക്കുകയാണ്. എന്നാൽ സ്വർഗം ശാന്തമാണ്. സ്വർഗം ശാന്തമായിരിക്കുന്നത് പോലെ തന്നെ അതേ ശാന്തതയാണ് ഓരോ ദൈവ പൈതലിനും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സ്വർഗം എങ്ങനെ ശാന്തമായിരിക്കുന്നു? ഈ ബഹളങ്ങളൊന്നും സ്വർഗത്തെ ബാധിക്കുന്നില്ല. ക്രൈസ്റ്റ് അവർ കിങ്, ഹീസ് എൻത്രോൺഡ് ദെയർ. പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയാണ്. പിതാവായ ദൈവം എന്താണ് പുത്രനോട് പറഞ്ഞത്? പിതാവായ ദൈവം പുത്രനോട് പറഞ്ഞത്, ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും നീ എഴുന്നേക്കണ്ട, കുലുങ്ങണ്ട. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഇരിക്കാം. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഇരിക്കാം. ഒരു കാരണവശാലും എഴുന്നേൽക്കണ്ട. ഇതിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവ് ഈശോ മിശിഹാ എഴുന്നേറ്റത് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒരു സന്ദർഭത്തിൽ. കാരണം പിതാവായ ദൈവം പുത്രനോട് പറഞ്ഞ് നീ എന്റെ വലതുഭാഗത്ത് ഇരിക്കാനാ. എന്നാൽ നമ്മള് ഈ അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നുണ്ട്. ആ സമയത്ത് സ്തേഫാനോസ് പറയുന്നുണ്ട്, ഇതാ ഞാൻ കാണുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവമഹിമയുടെ വലതുഭാഗത്ത് യേശു കർത്താവ് നിൽക്കുന്നതും ഞാൻ കാണുന്നു. പിതാവായ ദൈവം പുത്രനോട് പറഞ്ഞത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഇരിക്ക എന്നാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവ് ഈശോ മിശിഹാ എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ കല്ലേർ ആരംഭിച്ചു. സ്തേഫാനോസ് വിളിച്ചു പറഞ്ഞു, കർത്താവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ശരീരത്തിൽ നിന്ന് പറഞ്ഞു പോരുന്ന സ്തേഫാനോസിന്റെ പ്രാണനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. പ്രാവചനികമായി നിന്റെ ശത്രുക്കളെ ഞാൻ പാദപീഠമാക്കുവോളം എന്റെ വലതുഭാഗത്ത് ഇരിക്കാൻ കൽപ്പിച്ച പിതാവിന്റെ വലതുഭാഗത്ത്, മഹിമയുടെ വലതുഭാഗത്തുള്ള സിംഹാസനത്തിൽ സിയോൻ പർവ്വതത്തിന്റെ രാജാവായിട്ട് ഇരുന്ന് അരുളുന്ന യേശു കർത്താവ് ഈ ഭൂമിയിൽ ഒന്നുമല്ലാത്തവനെ പോലെ, ഏതുമല്ലാത്തവനെ പോലെ, ഒരു നീചനെ പോലെ, ഒരു നിന്ദ്യനെ പോലെ, ഒരു വെറുക്കപ്പെട്ടവനെ പോലെ, ഒരു നികൃഷ്ടനെ പോലെ, ഒരു കുറ്റവാളിയെ പോലെ, ഒരു കൊലപാതകിയെ പോലെ കല്ലെറിയപ്പെട്ട് കൊല്ലുന്ന ആ സ്തേഫാനോസിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ
സ്വർഗം അവിടെ പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇന്ന് ലോകത്ത് നിനക്ക് വിലയില്ലെങ്കിലും, ലോകം നിന്നെ ഗൗനിക്കുന്നില്ലെങ്കിലും, ലോകം നിനക്ക് പ്രതികൂലമാണെങ്കിലും, ലോകത്തിലെ ജാതികളും ജ്ഞാനികളും പ്രഭുക്കന്മാരും അധികാരസ്ഥന്മാരും നിനക്ക് പ്രതികൂലമാണെങ്കിലും, ദൈവത്തിനും അവന്റെ അഭിഷേകത്തിനും എതിരായിട്ട് ലോകം വിധി എഴുതിയാലും, ലോകത്ത് കൊല്ലപ്പെടുന്ന, ഉപദ്രവിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, ചവിട്ടി മെതിക്കപ്പെടുന്ന, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന, പാർശ്വവൽകൃതരായി പോകുന്ന ഓരോ ക്രൈസ്തവന്റെയും ഓരോ വിശ്വാസിയുടെയും പ്രാണൻ പിടയ്ക്കുമ്പോൾ കർത്താവ് ഈശോ മിശിഹ സ്വർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. നമുക്ക് വേണ്ടി വാദിക്കുന്ന, നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ട പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ, ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ആധിപത്യം അവന്റെ തോളിന്മേലാണ് ഇരിക്കുന്നത്. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. സകലവും അവന്റെ മുമ്പാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ജീസസ് ക്രൈസ്റ്റ്, ഹീസ് അവർ കിങ്, ഹീസ് എൻത്രോൺഡ് മൗണ്ടൻ ഓഫ് സിയോൺ. സ്വർഗീയ സിയോനിൽ രാജാവായിരിക്കുന്ന യേശു കർത്താവ്. അതുകൊണ്ട് ഈ ലോകത്തിലെ ജാതികളുടെ കലഹം, വംശങ്ങളുടെ നിരൂപണം ഇവ നമ്മെ ബാധിക്കുന്നില്ല. ഇത് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും. യൂദ ഒറ്റിക്കൊടുത്തതുപോലെ മെത്രാന്മാരും ഒറ്റിക്കൊടുത്ത് മറുകണ്ഠം ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. നമുക്ക് കാണാം. സ്വർഗത്തിൽ വസിക്കുന്നവൻ പരിഹസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു. Ashley Yesudas, Chinnamma Chako, Alex Matthew, Sajan Padikal, Jake, Binu Karakal, Chino Abraham, Blessings Favors, Chinnamma Chako, John Jake, Binu Joseph, Subi Abraham, Window Paul, Saji Matthew, Elda Sundatil, Alex Matthew, James Chaco, Anna Matthew, Thomas K. Varghese, Chaco MD, Wilson Mathai, Viju K. Raj, Jacob C. Samuel, Abraham Thomas. Thank you. May God bless you.